ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് A4 ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്, ഒരു ഫോട്ടോ ഫ്രെയിം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു A4 ഷീറ്റ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാണ് വേണ്ടത്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ഫോട്ടോ ആണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത് അതിനനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള ഫോട്ടോ ഫ്രെയിം നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ഫോട്ടോ തന്നെ വെക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കാനും അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം മടക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റ് ഒപ്പത്തിന് മടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനത്തെ ഈ ഒരു ഭാഗം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ 4 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ ഇത് ഈ ഒരു രീതിയിലാണ് യോജിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് നോക്കാം, അതിനുശേഷം നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യേണ്ടതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ്. ഞാനിപ്പോൾ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഫോട്ടോ വെച്ച് നോക്കിയാലോ. ഇവിടെയായിട്ടാണ് നമ്മൾ ഫോട്ടോ വെക്കേണ്ടത്. ഇനിയിപ്പോൾ ഫോട്ടോ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഇതുപോലെ കോട്ട്സൊക്കെ എഴുതിയിട്ട് അതായാലും വെക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫോട്ടോ തന്നെ വെക്കാനായിട്ട് പറ്റും. നമ്മുടെ സാധാരണ ഒരു നോർമൽ സൈസുള്ള ഫോട്ടോ ആണ് വെക്കണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടിയും അളവ് കുറഞ്ഞ പേപ്പർ എടുക്കാതിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളില്ല. അപ്പോൾ കുറച്ചുകൂടി ചെറിയൊരു പേപ്പർ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നോർമൽ സൈസൊക്കെയുള്ള ഒരു ഫോട്ടോ നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ചുമരിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്തത്. A4 ഷീറ്റും ഗ്ലൂവും മാത്രമാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൂ. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ പിക്ചേഴ്സൊക്കെ അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.